أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وعين ميعان قينا وآشر كل حاسد وآشر إبليس قنا به شيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول وساهر وآخر وامنع كف الظالمين ثم اعداء لنا بفضل شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله على بابة سيدنا محمد صلى الله عليه وسلم പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹു നമ്മുടെ ഒരു ചൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ വാരിസന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം പരിശുദ്ധമായ ദീനിന്റെ മാർഗങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സഹായിച്ച ഒരുപാട് വാർത്തമാരും പരിശുദ്ധമായ ദീനിന്റെ മജ്‌ലിസുകളിൽ സ്വതക്ക ചോദിച്ചപ്പോൾ സ്വർണ്ണമായും സമ്പത്തായും തന്ന ഒരുപാട് ഉമ്മമാരും അപ്പമാരും അല്ലാഹു അവരുടെ എല്ലാവരുടെയും സ്വതക്കകളെയും ഹദിയകളെയും ഹിബത്തുകളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഭാര്യസന്താനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മദ്രസ പള്ളി സംവിധാനങ്ങളുടെ തുടക്കം മുതൽ ഇന്നേ വരെ സഹായിച്ച ആളുകൾ പരിശുദ്ധമായി മജ്‌ലിസിൽ നൂർ തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ ആ മജ്‌ലിസിനെ ഏറ്റെടുത്തവർ അതിനുവേണ്ടി സ്വതക്ക നൽകിയവർ ആ ഒരു പരിപാടിയെ വിജയിപ്പിച്ചവർ അതിലേക്ക് ചീരടികൾ നൽകിയവർ എല്ലാവരുടെ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകം ഈ വീട്ടിലും നമ്മൾ ഓരോരുത്തരുടെ വീടുകളിലും അല്ലാഹു ഖൈറിന്റെയും ബറക്കത്തിന്റെയും സലാമത്തിന്റെയും റാഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ കവാടങ്ങളെ അല്ലാഹു തുറന്നു തരട്ടെ. പ്രത്യേകം ഈ കുടുംബത്തിൽ അല്ലാഹു ഒരുപാട് ഖൈറിന്റെ വഴികളെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നമ്മൾ ഓരോരുത്തരുടെയും റൂഹിനെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കൃത്യമായി അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലാണ്. വിശുദ്ധമായ കഅബാലയം നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഇബ്രാഹിമേ, ഈ പരിശുദ്ധമായ കഅബയെ വലയം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ജനങ്ങളെ നിങ്ങൾ വിളിക്കണമെന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു.
അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഞാൻ ഈ ഒരു വിളിയാളം വിളിച്ചാൽ എങ്ങനെയാണ് മനുഷ്യന്മാരൊക്കെ വരുന്നത്? അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന, ഇബ്രാഹിമേ അലൈഹിസ്സലാം, നിങ്ങൾ വിളിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, ആളുകളെ ആ വിഷയം അറിയിക്കൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുദ്ധമായ ഹജ്ജിന്റെ വിളിയാളം നടത്തി. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരൊക്കെ ലബ്ബൈക എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തുവോ, ആ മറുപടി കൊടുത്ത ആളുകൾ മുഴുവനും നാളെ അവന്റെ ജീവിതത്തിൽ, അവന്റെ ആയുസ്സിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ വർഷം ഹജ്ജിന് പോയ ആളുകൾ ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ട ആളുകളാണ്. ലിബിയക്കാരനായ ഒരു സഹോദരൻ ഈ വർഷം ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി വിമാനത്താവളത്തിലെത്തിയപ്പോ ഗദ്ദാഫി എന്ന ഒരു പേര് ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹം എത്തിയ സമയത്താണ് നമ്മൾ ആ വാർത്ത കണ്ട ആളുകളാണ്. വിമാനത്തിലേക്ക് കയറാനുള്ള അനുമതി കിട്ടിയില്ല. നിങ്ങൾ കണ്ടില്ലേ അല്ലേ? 2 തവണ വിമാനം മടങ്ങി വന്നു. 2 തവണ മടങ്ങി വന്നപ്പോ രണ്ടാമതും പറക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ് പൈലറ്റ് പറഞ്ഞത്, ഇല്ല, ഇനിയും പോയാൽ തിരിച്ചു വരേണ്ടി വരും. കാരണം നമ്മൾ ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകാതെ തടഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു ബോധ്യത്തിൽ ആ പൈലറ്റ് ഈ മനുഷ്യനെ കൈപിടിച്ചു കൊണ്ടുവന്ന് ആനയിച്ച് വിമാനത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയി സൗദിയിലെ ജിദ്ദയിലിറക്കി. അദ്ദേഹത്തിന് പിന്നെ വല്ലാത്ത സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ഈ വർഷം എത്തണമെന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിന് തകരാറെന്നോ വിമാനത്തിന്റെ തകരാറെന്നോ പൈലറ്റിന്റെ മനസ്സിൽ തോന്നിയത് അങ്ങനൊന്നുമല്ല. അതൊക്കെ കാരണങ്ങൾ. പക്ഷേ തീരുമാനം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ റൂഹ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതലേ നമ്മൾക്കൊക്കെ നമ്മളുടെ റൂഹിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ റൂഹിനെ സൃഷ്ടിക്കപ്പെട്ടു പോയ ആ റൂഹിന്റെ സമ്മേളനത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും റൂഹിനെ ഒരുമിച്ച് കൂട്ടിയ ഒരു സമ്മേളനത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അത് ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്താണ്. ഇത് ആലമുൽ ദുനിയയാണ്. ആലമുൽ അർവാഹ് എന്ന് പറയുന്ന നമ്മുടെ ആത്മാക്കൾ, റൂഹുകൾ മാത്രമുള്ള ഒരു സന്ദർഭത്തിൽ അല്ലാഹു 2 സമ്മേളനങ്ങൾ, നമ്മുടെ റൂഹുകളെ ഒരുമിച്ച് കൂട്ടിയ 2 സമ്മേളനങ്ങൾ നടത്തി എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒന്നാമത്തെ സമ്മേളനത്തിൽ സാധാരണക്കാരായ നമ്മളുടെ ആത്മാക്കൾ ഇല്ല. ഒന്നാമത്തെ സമ്മേളനത്തിലുള്ള ആത്മാക്കൾ 1,24,000-ഓളം വരുന്ന നബിമാര്. അതിൽ ഒരാൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ സമ്മേളനത്തിൽ ആ റൂഹ് പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ആ റൂഹിന്റെ പണി ആ സമയത്തും അല്ലാഹുവിനെ സ്തുതിക്കലാണ്. كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام بألف ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് ആയിരക്കണക്കിന് മുമ്പേ, ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ കുന്തു നൂറാ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ പ്രകാശമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് മഖ്ദൂസ് മൗലൂദിൽ ആദ്യത്തെ ഹിക്കായത്തിൽ ഓതുന്ന വലിയ ഹദീസാണ്. എന്താ പണി? ആ സമയത്തുള്ള പണി എന്താ? അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലലാണ്, അല്ലാഹുവിനെ തഹ്മീദ് ചൊല്ലലാണ്, അല്ലാഹുവിനെ തക്ബീർ ചൊല്ലലാണ്, അല്ലാഹുവിനെ തംജീദിലാണ്. അങ്ങനെ അല്ലാഹുവിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ആ റൂഹ്, അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. മുത്തുനബിയുടെ നൂറ് ഒരു സമ്മേളനത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ മുത്തുനബി ഓർക്കാത്ത 2 സമ്മേളനവും ആലമുൽ അർവാഹിൽ കഴിഞ്ഞിട്ടില്ല.
ഒന്നാമത്തെ സമ്മേളനത്തിൽ 1,24,000 എന്ന കണക്കിനെ പിടിച്ചാൽ 1,23,999 വരുന്ന നബിമാരുടെ ആത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അള്ളാഹു അവരോട് അള്ളാഹു ഒരു കരാറിലാണ്. ആ കരാറെന്താ? നിങ്ങൾക്ക് ഞാൻ നുബുവത്തിനെ തരാം, നിങ്ങളെ ഞാൻ നബിയാക്കാം. നിങ്ങൾ നുബുവത്ത് വാങ്ങി നിങ്ങൾ നബിയായി പ്രബോധനം ചെയ്യുന്ന കാലഘട്ടങ്ങളിലാണ് എന്റെ ഹബീബ് കടന്നു വരുന്നതെങ്കിൽ ആ ഹബീബിനെ നിങ്ങൾ പിന്തുടരണമെന്ന് മാത്രമല്ല, ആ ഹബീബിനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് 1,24,000 വരുന്ന നബിമാരുടെ റൂഹുകളോട് അള്ളാഹു കരാർ വാങ്ങിയതിന് ശേഷം മാത്രമാണ് അവർക്ക് അള്ളാഹു നുബുവത്തിനെ കൊടുത്തത്. ഇതാണ് ആലമുൽ അർവാഹിലെ ഒന്നാമത്തെ സമ്മേളനം. അത് ഖുർആൻ മനോഹരമായ സംഭവം പറയുന്നു. രണ്ടാമത്തെ ഒരു സമ്മേളനം നടന്നത് ലോകത്തുള്ള കോടാനുകോടി സാധാരണക്കാരായ മനുഷ്യന്മാരുമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാരുമാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകമുണ്ടോ? നിങ്ങളെന്തെങ്കിലും തണുപ്പായതുകൊണ്ടാണ് നിങ്ങളൊരു സുഖമില്ലാതിരിക്കുന്നത്. ചായ കുടിച്ചില്ലേ? കിട്ടില്ലേ? ചായ ഇട്ടില്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആലമുൽ അർവാഹിൽ നമ്മളുണ്ടായിരുന്നത്? ആലമുൽ അർവാഹ് പോട്ടെ, ഉമ്മാന്റെ വയറ്റിയാണ് നമുക്ക് ഓർമ്മ എന്താ ഖബറിൽ നമ്മൾ കിടക്കണ്ടേ? ഖബറിൽ ഒരു മനുഷ്യൻ കിടന്നാൽ അവന്റെ ശരീരം ജീർണിച്ചു പോകാതിരിക്കാം. ആ ഖബറിലേക്ക് ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കലോടുകൂടെ അവന്റെ ആത്മാവിനെ തിരിച്ചു കൊടുക്കപ്പെടും. അത് നമുക്ക് വിശ്വസിക്കാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ള എന്തുകൊണ്ട്? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ഉള്ളിൽ നമ്മൾ കിടന്നത്. ഇപ്പൊ കൊളുത്തി കിടക്കാൻ പറ്റും? എത്ര നേരം കിടക്കാൻ പറ്റും? ഉമ്മാന്റെ വയറ്റിനുള്ളിലെ ഗർഭാശയത്തിന്റെ വെള്ളത്തിലാണ് നമ്മൾ കിടന്നത്. ആ ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിലെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നമ്മൾ കിടക്കുമ്പോഴും നമ്മളുടെ വയറ്റിലേക്ക് ഒരു വയറിന്റെ ഒരു കണക്ഷൻ അല്ലാഹു തന്നു. അത് ഉമ്മയിൽ നിന്നാണ്. ഉമ്മയിൽ നിന്നൊരു കണക്ഷൻ. വാപ്പയുടെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇല്ല. ഒരർത്ഥത്തിൽ ശരീരം തന്നെ വാപ്പയുടെ അടയാളമാണ്, വാപ്പയുടെ ബീജത്തിന്റെ അടയാളം. പക്ഷേ അടയാളപ്പെടുത്തിയ ഒറ്റ അടയാളമേ ഉള്ളൂ. അത് ഉമ്മയിൽ നിന്നുള്ള അടയാളമാണ്. അത് കിൽക്കുടി. അപ്പൊ ആറടി വണ്ടിയിൽ നമുക്ക് കിടന്നാൽ റൂഹിനെ നമുക്ക് തിരിച്ചു തരും. നമ്മൾ ചെയ്ത നന്മതിന്മകളെ ഖബറിൽ വെച്ച് തന്നെ നമ്മൾ എഴുതും. ആ ഖബറിൽ വെച്ച് നന്മതിന്മകളുടെ ശിക്ഷകളെയും രക്ഷകളെയും നമ്മൾ അനുഭവിക്കും. നമുക്കതിൽ സംശയമില്ല. എന്തുകൊണ്ട്? നമ്മൾ ഒരു ബോധമില്ലാതെ ഉമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ വെള്ളത്തിൽ കിടന്ന ആളുകൾ. അത് സത്യമായിരുന്നുവെങ്കിൽ ഇനിയുള്ളതും സത്യമാണ്. അല്ലാഹു നമ്മളെ ആറടി വണ്ടിയിൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മളാകുന്ന എല്ലാ മനുഷ്യന്മാരും, മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും ബുദ്ധനും എല്ലാ മനുഷ്യന്മാരെയും ആദം നബിയുടെ സമൂഹം, നൂഹ് നബിയുടെ സമൂഹം, ഇബ്രാഹിം നബിയുടെ സമൂഹം, മൂസാ നബിയുടെ സമൂഹം, എല്ലാ നബിമാരുടെ സമൂഹത്തിലെയും ജനങ്ങളുടെ റൂഹുകളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം സൂറത്തുൽ ബഖറയിലാണ്. എന്നാണ് ചോദ്യം. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? രക്ഷിതാവിന്റെ ഒറ്റ ചോദ്യം, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ആവശ്യാനുസരണം നൽകുന്നവനല്ലേ ഞാൻ എന്ന ചോദ്യമാണ് സത്യത്തിൽ റബ്ബ് എന്നതിന്റെ അർത്ഥം. അപ്പോ എല്ലാ മനുഷ്യന്മാരുടെയും റൂഹ് പറഞ്ഞ മറുപടി ഖാലൂ ബലാ. ഖാലൂ, എല്ലാ മനുഷ്യന്മാരുടെ റൂഹിനെയും റൂഹും പറഞ്ഞു ബലാ, അതെ. ഇത് ആരൊക്കെ പറഞ്ഞു? എല്ലാരും പറഞ്ഞു.
ഞാനും നിങ്ങളും നമ്മുടെ ദാമോദരേട്ടനും എല്ലാ മനുഷ്യന്മാരും പറഞ്ഞ വർത്തമാനമാണ് ബലാ, അതെ. എന്നിട്ട് അല്ലാഹു അതിനോട് ചേർത്ത് പറയുന്നത് മനുഷ്യൻ മറയുന്നവനാണ്. അതുകൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തേണ്ട കരാറും അല്ലാഹു തന്നെ ഏറ്റെടുത്തു. ആ ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു നബിമാരെ അയച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ മനുഷ്യരാകുന്ന നമ്മളൊക്കെ ഇന്ന് മനുഷ്യനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യരായി വരുന്നതിന് മുമ്പേ നമ്മുടെ റൂഹ് ഉണ്ടായിരുന്നു. ആ റൂഹിന്റെ സമ്മേളനമാണ് ആലമുൽ അർവാഹ്. ഇനി ആലമുൽ അർവാഹ് നമുക്ക് ആർക്കും ഓർമ്മല്ല, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മാക്കി തരാം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ആ സന്ദർഭം ഓർമ്മയുണ്ടെന്ന് സയ്യിദുനാ അലി അൽ മുർത്തള റളിയല്ലാഹു അൻഹു. നമുക്ക് ഓർമ്മയില്ലല്ലോ. നമ്മൾ ഇപ്പോഴുള്ളതിന്റെ തൊട്ട് മുമ്പുള്ള കാലം അതുപോട്ടെ 2 വയസ്സ് വരെ നമ്മൾ ജീവിതം ഓർമ്മയുണ്ടോ? ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പൂർണ്ണമായ ഓർമ്മ വന്ന് തുടങ്ങുന്ന 2 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എത്ര ഓർമ്മശക്തി 2 വയസ്സ് വരെയുള്ള കാലം ഓർമ്മ ഉണ്ടാവില്ല. എന്തേ കാരണം? ഖുർആൻ പറഞ്ഞു, ഉമ്മ ഒരു കുഞ്ഞിനെ റഹ്മത്തിനെ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നുവെങ്കിൽ പൂർത്തിയായ 2 വർഷക്കാലം ആ കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഉമ്മയിലേക്ക് ചേർക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലം. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ ഉമ്മയുടെ ആ ഒരു പാല് കുടിച്ച ഓർമ്മ പോലും ഒരു കുട്ടിയിൽ ഉണ്ടാവില്ല. ആ 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ തുടങ്ങും. അപ്പൊ നമുക്കൊരു 3 വയസ്സിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ഓർമ്മകളെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 3-4 വയസ്സിലൊക്കെ ഇങ്ങനെ ഉമ്മ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു, ഇവിടെ വെച്ചിട്ടാണ് അപകടം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും, അത് ഓർമ്മയെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ 2 വയസ്സ് വരുന്നത് ഓർമ്മയെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ആലമുൽ അർവാഹിനെ നിങ്ങൾക്ക് ഞാൻ ഓർമ്മാക്കി തരാം. ആലമുൽ അർവാഹിനെ ഓർമ്മാക്കാൻ അതെങ്ങനെ ശരിയായത്? നമുക്ക് നമ്മളോട് ഒരു ദേഷ്യവുമില്ല, നമുക്ക് ഒരാളോട് ദേഷ്യമില്ല, നമുക്ക് ഒരു ദേഷ്യമില്ല. അയാൾ നമുക്കൊരു പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം പറയേ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും അയാളോട് നമുക്ക് മനസ്സിന്റെ ഉള്ളില് എന്തോ ഒരു വിശപ്പ്, എന്തോ ഒരു വൈരാഗ്യം പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നേരെ തിരിച്ചും ഒരാൾ നമുക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല, പക്ഷെ അയാളോട് എന്തോ നമുക്കൊരു ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോ നമ്മൾ യാത്രയിലാണ്. ആ യാത്രയിൽ നിൽക്കുന്ന സമയത്ത് കല്യാണത്തിന് വന്നപ്പോ ഒരാൾ നമ്മൾ പരിചയപ്പെട്ടാൽ മുഖം കണ്ടപ്പോ ഇവിടെ ഒരു പരിചയമുണ്ട്. പക്ഷെ എങ്ങനെ സംസാരിച്ചിട്ടും അയാൾ നമ്മൾ കണ്ടുമുട്ടാൻ ഒരു സാധ്യത ഇല്ല. പക്ഷെ അയാൾ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുഭവം ഉണ്ടോ ഇല്ലേ? എവിടുന്നാണ് ചില ആളുകൾ ഇവിടെ വന്നാൽ പരസ്പരം ഒന്നുമില്ല, പക്ഷെ എന്തോ ഒരു വിരോധം പോലെ തോന്നാം. എന്തേ കാരണം? അത് ആലമുൽ അർവാഹി വന്ന് അവർ തമ്മിൽ ചെറിയൊരു മരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ അതിന്റെ ഒരു ഓർമ്മ. അപ്പൊ അതാണ് ആലമുൽ അർവാഹിൽ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്ക് ബലാ, അതേ എന്ന വാക്കാണ്. ബലാ എന്നത് 3 അക്ഷരം, ബാ ലാം അലിഫ്. ബലാ, അതേ. അതിൽ മനുഷ്യൻ ആലമുൽ അർവാഹിൽ എന്ന് പറഞ്ഞ ആദ്യത്തെ അക്ഷരം ബാ. ആ ബായിൽ തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വചനം കൊണ്ടാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയിലേക്ക് ആദ്യം ഇറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
നമ്മൾ ആദ്യം അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് ബല. അതെ, ബല എന്നതിന്റെ തുടക്കമുള്ള അക്ഷരം ബാ ആണ്. ബായിൽ നിന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളെ കൊണ്ട് തുടക്കം കുറിച്ച പരിശുദ്ധമായ വചനം കൊണ്ടാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖിറാബുൽ ആദ്യമായി ഇറങ്ങിയത്. ആ ഇറങ്ങിയ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമോ, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുന്ന മനുഷ്യന് നരകം ഹറാമായിരിക്കുമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഈന്റെ മിറാജിന്റെ രാത്രിയിൽ ആകാശാരോഹണം നടത്തി മുത്തുനബി തങ്ങൾ കടന്നു പോകുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ മനോഹരമായ 4 പുഴകളെ കാണുകയാണ്. ഒന്ന് വെള്ളമാണ് ഒഴുകുന്നത്, ഒന്ന് പാലാണ് ഒഴുകുന്നത്, ഒന്ന് കള്ളാണ് ഒഴുകുന്നത്, ഒന്ന് തേരാണ് ഒഴുകുന്നത്. ഇങ്ങനെ ഒഴുകി വരും. നമ്മുടെ സലീം കുമാർ ഉണ്ടല്ലോ, സിനിമാ സലീം കുമാർ പറയുന്നത് ഈ സ്വർഗത്തൊക്കെ വർണ്ണിക്കുമ്പോ എത്ര മോശം. അവിടെ എന്ത് കിട്ടുത്രേ? കള്ള് കിട്ടും. ഇവിടെ നിങ്ങൾ കള്ള് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ കിട്ടും, കള്ള് കിട്ടും. അത് എങ്ങനെ? പുഴയുടെ കള്ളാണ്. ഈ എത്ര മോശമായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ പുഴയുടെ വേണ്ട, ഒരു കുപ്പിയിൽ വാലും കള്ളു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പൊ സലീം കുമാർ എന്താ പറയാ? എന്താണ് ദൈവത്തെ ഇവിടെ കള്ളൊടിക്കാത്തവർക്ക് അവിടെ ഒരു കുപ്പിയിലാണ് കള്ളുണ്ട്. അപ്പൊ കള്ള എങ്ങനെ കൊടുത്താലും അവിടെ പ്രശ്നം. അള്ളാഹു പറഞ്ഞ നിബന്ധന എന്താ? ഇവിടുന്ന് എന്ത് ചെയ്യരുത്? കുടിക്കരുത്. ഇവിടെ നീ കുടിച്ചാൽ മത്തുണ്ടാവും, അവിടെ കുടിച്ചാൽ മത്തുണ്ടാവില്ല. അല്ലെങ്കിൽ മനുഷ്യന്മാരെ തിന്നാനും കുടിക്കാനുമാണ് സ്വർഗത്തിൽ പോകണം നിങ്ങൾ വിചാരിച്ചത് ആണോ? 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 തിന്നാനും കുടിക്കാനും സ്വർഗത്തിൽ പോകണം. ഇവിടെ കിട്ടൂലേ? തിന്നാനും കുടിക്കാനൊന്നല്ല സ്വർഗത്തിൽ. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം മുത്തുനബിയുടെ കല്യാണത്തിന് കൂടലാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭൂമിയിൽ കൃഷി ചെയ്ത ആളുകൾ നാളെ സ്വർഗത്തിലെത്തിയാലും അള്ളാഹുവിനോട് പറഞ്ഞോനെ ഞാൻ ഇവിടെ കുറച്ച് കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. തിന്നലും കുടിക്കലൊന്നും സ്വർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. തിന്നാലും കുടിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ നമ്മൾ എത്ര ആഗ്രഹിക്കും? അവിടെ തീറ്റയും കൂടി വൈദ്യുതി പോകൂല. ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാം. ബോറടിക്കൂലേ സ്വർഗത്തില്? ഇല്ല മനുഷ്യന്മാര് സ്വർഗത്തിൽ ബോറടിക്കൂലേ? നിങ്ങളൊരു പണിയില്ല, വെറുതെ കൊറോണയുടെ കാലത്ത് നമ്മൾ പണിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചില്ലേ? ഞായറാഴ്ച നമുക്ക് എന്തുകൊണ്ട് ലീവ് കിട്ടുമ്പോ സന്തോഷം? ബാക്കി 6 ദിവസം പണി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അല്ലേ? ഒരാഴ്ച ഒരു പണിയില്ലെങ്കിലോ പിന്നെ നമുക്ക് എന്തുണ്ടാവുക? ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നൂലേ? എന്താ മനുഷ്യന്മാരല്ലേ? ഒന്ന് പുറത്തിറങ്ങണമെങ്കിലും തോന്നൂല നമുക്ക്. ഇനി പണിയെടുത്ത് ശീലമായവരാണെങ്കിലോ അവർക്ക് പുറത്തിറങ്ങാതെ പറ്റൂല. അതുകൊണ്ട് സ്വർഗത്തിൽ തീറ്റയും കുടിയൊന്നും പ്രധാനപ്പെട്ട സംഭവമേ അല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 2 കാര്യങ്ങൾ. ഒന്ന് മുത്തുനബിയുടെ കല്യാണം കൂടലാണ്, രണ്ടാമത്തെ അല്ലാഹുവിന്റെ ലിഖാഇനെ കാണലാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ 4 പുഴകൾ സ്വർഗത്തിൽ നിന്ന് ഒഴുകി വരുന്ന മുത്തുനബി തങ്ങൾ കാണുക. അപ്പോഴാണ് ഹബീബായ മുത്തുനബി തങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ ഈ 4 നബികൾ എവിടെ നിന്നാണ് വരുന്നത് ജിബ്രീലേ? ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ് എനിക്കറിയില്ല നബിയേ. മനോഹരമായ 4 നബികൾ എവിടെ നിന്നാണ് തുടക്കം കുറിക്കുന്നതെന്ന് ജിബ്രീലിന് അറിയില്ലെന്ന് പറയുമ്പോ ഹബീബായ മുത്തുനബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എവിടെ നിന്നാണ് ഈ നബികൾ ഒഴുകി വരുന്നതെന്ന് എനിക്കൊന്ന് അറിയിച്ചു തരുമോ അല്ലാഹ്? ആ സമയത്ത് അല്ലാഹു മലക്കിനെ പറഞ്ഞയക്കുകയാണ് ഹബീബായ മുത്തുനബിയോട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഹബീബിനോട്
തങ്ങളോടുള്ള സലാം പറഞ്ഞൊരു മലക്ക് വരികയാണ്. നബി തങ്ങളുടെ കണ്ണുകളെ കെട്ടുകയാണ്. നബി തങ്ങളെ കൊണ്ടുപോവുകയാണ്. ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി തങ്ങളുടെ മുഖത്ത് നിന്ന് മറമാറ്റുമ്പോ ഒരു മനോഹരമായ വെളുത്ത കുബ്ബ കാണുകയാണ്. നബി തങ്ങൾ മനോഹരമായ വെളുത്ത കുബ്ബ കണ്ടു. അതിനൊരു കവാടം കണ്ടു. ആ കവാടത്തിനൊരു താഴ് കണ്ടു. ഒരു പൂട്ട് കണ്ടു. ആ പൂട്ടിനെ കാണുമ്പോ അവിടെ നിന്ന് ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ ബഹുമാനപ്പെട്ട മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ കാണുന്ന ഈ മനോഹരമായ വെളുത്ത കുബ്ബയുണ്ടല്ലോ നബിയേ, ആ കുബ്ബയുടെ ചോട്ടിൽ നിന്നാണ് വെള്ളത്തിനാലുള്ള, കല്ലിനാലുള്ള, പാലിനാലുള്ള, തേനിനാലുള്ള പുഴ തുടക്കം കുറിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തുനബിയോട് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾക്ക് അത് കാണാനാകും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഒന്ന് കാണണമല്ലോ നബിയെ, അതിനെ താഴ്ന്നു തുറക്കണമല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതിന്റെ ചാവി എന്റെ കയ്യിലില്ലല്ലോ. അപ്പൊ മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ നബിയായ, അങ്ങേക്ക് മുമ്പ് നബിയായി വന്ന സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറങ്ങിയ, പൂർണ്ണമായി ഇറങ്ങിയ വചനമുണ്ടല്ലോ നബിയേ. ജിബ്രീൽ എന്ന മാലാഖ ആദ്യമായി അങ്ങയോട് അവതരിപ്പിച്ച പരിശുദ്ധമായ വചനമില്ല നബിയേ. ആ വചനമാണ് ഈ മനോഹരമായ കുബ്ബയുടെ താഴെ, മനോഹരമായ കുബ്ബയുടെ വാതിലിന്റെ ചാവി എന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. മുത്തുനബിയോട് ഈ മലക്ക് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുബ്ബയുടെ ചാരത്തുള്ള വാതിലിന്റെ താഴിന്റെ അടുത്ത് നബി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നു. അതിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ വെള്ളത്തിനാലുള്ള, പാലിനാലുള്ള, കല്ലിനാലുള്ള, തേനിനാലുള്ള പുഴ ഇങ്ങനെ ഒഴുകുന്നത് നബി തങ്ങൾ കാണാൻ. നബി തങ്ങൾ അതിലേക്ക് നോക്കിയപ്പോ ബിസ്മി എന്ന വാക്കിലെ മീമിൽ നിന്ന് വെള്ളത്തിനാലുള്ള പുഴയും, അല്ലാഹ് എന്നതിലെ ഹായിൽ നിന്ന് പാലിനാലുള്ള പുഴയും, റഹ്മാൻ എന്നതിലെ മീമിൽ നിന്ന് കള്ളിനാലുള്ള പുഴയും, റഹീം എന്നതിലെ മീമിൽ നിന്ന് തേനിനാലുള്ള പുഴയും കണ്ടു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയായിരിക്കും? ബിസ്മി എന്ന വാക്കിലെ മീമിൽ നിന്ന് വെള്ളത്തിനാലുള്ള പുഴ, അതെങ്ങനെയായിരിക്കും? സ്വർഗത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഹദീസുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? സ്വർഗത്തെക്കാളും അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി മുഹമ്മദ് റസൂലുള്ളാഹ് മുത്തുനബി പറഞ്ഞതുകൊണ്ട് നമുക്കതിൽ സംശയം. ദീന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ അല്ലാഹു മാസത്തെ സന്തോഷത്തോടെ വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹ് പറഞ്ഞു എന്നുള്ളതാണ് ദീന്റെ അടിസ്ഥാനം. നബി തങ്ങൾ എന്ത് പറഞ്ഞു അതിൽ നമുക്ക് ഒരു സംശയമില്ല. 40 വയസ്സ് വരെ ഒരു മനുഷ്യൻ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ 41ാമത്തെ വയസ്സിൽ കളവ് പറയേണ്ട സാഹചര്യം എന്താ? അപ്പോഴും മക്കൾക്കാര് പറഞ്ഞെന്താ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പെണ്ണ് വേണോ, അധികാരം വേണോ, സമ്പത്ത് വേണോ, എന്താണ് വേണ്ടത്? ഞങ്ങൾ തരാം, ജീവൻ ഒഴിവാക്കണം. അപ്പൊ റസൂലുള്ളാഹി എന്താ? എനിക്കൊന്നും വേണ്ട. 40 വയസ്സ് വരെ. അതെവിടെ? ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചവരല്ല, സ്വന്തം നാട്ടിൽ 40 വയസ്സ് വരെ ക്രിസ്തുവിന്റെ ജീവിതം.
യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ജീവിതം, ചെറുപ്പകാലത്തെ ജീവിതം ബൈബിളിൽ പരാമർശിക്കുന്നത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, വളരെ കുറച്ച് ഭാഗങ്ങൾ. മുഹമ്മദ് നബിയുടേതോ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തുടങ്ങി, നൂറായിരിക്കുന്ന സമയങ്ങളിൽ തുടങ്ങി, ആ റസൂലുള്ളാഹി വഫാത്തായി കിടന്ന് നബി തങ്ങളെ മറവ് ചെയ്തത് വരെയല്ല അതിന് ശേഷമുള്ള ചരിത്രം ഇന്നും ലോകത്ത് കൃത്യം വ്യക്തം. ലോകത്ത് ഏതെങ്കിലും മനുഷ്യനെ അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യനെ അങ്ങനെ ഫോളോ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മഹാനായ ഗാന്ധിജി, അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ട് ലോയറായിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പെണ്ണ് കുളിക്കാം. അവള് കുളിക്കണ സമയത്ത് അവളുടെ മാറിലും മറച്ചിട്ടില്ല, ആ ഒരു തുണിയുണ്ട്. ആ തുണി ആരും അപഹരിച്ചു കൊണ്ടുപോയപ്പോ മഹാനായ ഗാന്ധി, അന്ന് മനോഹരമായ തലകെട്ട് കിട്ടിയ മനുഷ്യനാ, സിക്കാരൊക്കെ കിട്ടൂലേ, ഇതേപോലെ മനോഹരമായ തലകെട്ട് കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് ഒരു പെണ്ണ് കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ മാറു മറക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ മഹാനായ ഗാന്ധി തന്റെ തലയിൽ നിന്ന് ആ തലകെട്ട് ഊരി, എന്നിട്ട് വസ്ത്രം ധരിക്കാൻ പോലും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ മാറിടം മറക്കാൻ പോലും വസ്ത്രമില്ലാത്ത സന്ദർഭങ്ങളിൽ ഞാൻ എങ്ങനെ തലയിൽ കെട്ടി വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞ് ആ തലയിൽ കെട്ടുപോയിട്ട് ആ പെണ്ണിന്റെ മാറു മറക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. എന്നാൽ ആ മനുഷ്യനിലൂടെ ചരിത്രത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ടു പോയ ഖാദി വസ്ത്രം, ഇപ്പോ കോൺഗ്രസിന്റെ ഇടയിൽ പോലും ചർച്ച നടക്കുന്നത് നമ്മൾ പോലും ഖാദി ഉപയോഗിക്കണില്ല. കോൺഗ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടതാരാ? ഖാദി ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കേണ്ടതാരാ? കോൺഗ്രസ്സുകാരല്ലേ? അവര് പോലും എന്ത് ചെയ്യണില്ല. എന്നാൽ ലോകത്ത് ഇങ്ങനെ ഫോളോ ചെയ്യപ്പെടുന്ന നിബിധങ്ങൾ എങ്ങനെ മുടിയിരിയോ അതുപോലെ മുടിയില്ല. നിബിധങ്ങൾ എങ്ങനെ മുടിയില്ല? വലത്തെ ഭാഗത്ത് ഇടത്തെ ഭാഗത്തേക്ക്. നിബിധങ്ങൾ എങ്ങനെ താടി വളർത്തിയോ അതുപോലെ താടി വളർത്താൻ മത്സരിക്കുന്ന ഒരു സമൂഹം. നിബിധങ്ങൾ എങ്ങനെ മീശ വെട്ടിയോ അതുപോലെ വെട്ടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്ന ഒറ്റ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ മുത്തുനബിതങ്ങൾ പറഞ്ഞു. നമുക്കതിൽ വിശ്വാസമാണ്. അല്ലാഹു ആ ഈമാൻ നമ്മുടെ ഖൽബിൽ അല്ലാഹു നിറച്ചു തരട്ടെ. അതുകൊണ്ട് ഇന്ന് ലിബറൽ ചിന്തകളുമായി നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ആ ഒരു കാരണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കാരണം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്. റസൂലുള്ളാഹിനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ ഈ പരിശുദ്ധമായ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകൂല. ഉറപ്പാണ്. ഉമ്മമാരതൊക്കെ വല്ലാതെ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അതിന് ഉമ്മാരെന്ത് ചെയ്യണം? ഈ ഓൺലൈനിൽ ദുആ മജ്‌ലിസിലൊന്നും ഇരിക്കാതെ ഇടയ്ക്ക് വയത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിനെ കുറിച്ച് പരമാവധി കേൾക്കുക. എന്നിട്ട് കുട്ടികൾക്ക് ഖൽബിന്റെ ഉള്ളിലുണ്ടാവും. പിന്നെ കുട്ടികൾ സംശയം ചോദിക്കുകയാണെങ്കിൽ അത് അവന് വേണ്ടിയിട്ടല്ല, വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കും. അവനോട് ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? റസൂലുള്ളാഹി എന്തെങ്കിലും സംഭവത്തിൽ സംശയം ചോദിച്ചിട്ടുണ്ടാവും. ആ സംശയത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും പിന്നെ അവന്റെ ചോദ്യം ഉണ്ടാവുക. അതുകൊണ്ട് അടിസ്ഥാനമായി മുത്തുനബിതങ്ങളെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വേണം. ഒരു മാസക്കാലം മദ്രസയിൽ ഒരു പഠിപ്പില്ല. ഏതാ മാസം? ഇനിയിപ്പോ പരീക്ഷ അടുത്ത വ്യാഴാഴ്ച പരീക്ഷ കഴിയും. അത് കഴിഞ്ഞ ഒരു മാസം കുട്ടികളെ പണി എന്താ? ബെഞ്ചുമ ചോദിക്കുക, പാട്ടുപാടുക. ഒരു മാസക്കാലം മദ്രസ മുടക്കുകയാണ്. എന്തേ? റസൂലുള്ളാഹിനെ പഠിപ്പിച്ചെടുക്കാനാണ്. അത് കുട്ടികൾക്ക് വല്ലാത്ത ഓർമ്മയാണ്. ആ ഒരു മാസക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങളുടെ മാസം വരികയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മധു പറയേണ്ട സമയമാണ്. കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് ആ സമയത്ത് നന്നായി പരിഗണിക്കണം. നല്ല സമ്മാനങ്ങൾ കൊടുക്കണം കുട്ടികൾക്ക്. നല്ല സമ്മാനമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ കബീർ തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്, ആദ്യം ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുത്തുനബിതങ്ങളെ കുറിച്ചാണ്. അല്ലാഹനെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആരെ പഠിപ്പിക്കണം? റസൂലുള്ളാഹിനെ പഠിപ്പിക്കണം. റസൂലുള്ളാഹിനെ പഠിപ്പിക്കാതെ അല്ലാഹനെ പറഞ്ഞതുപോലെ ഇരിക്കും. റസൂലുള്ളാഹിനെ പഠിപ്പിക്കാതെ അല്ലാഹനെ പറഞ്ഞതുപോലെ കാര്യമുണ്ടോ? ഒന്നും തിരിയൂല.
തിരിയും, അത് നട്ടം തിരിച്ചിലായിരിക്കും. പക്ഷേ റസൂലുള്ളാഹിയെ പഠിച്ച ഒരാൾക്ക് അല്ലാഹുവിലേക്ക് എത്തുക എളുപ്പമായി. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ബിസ്മി ജീവിതത്തിൽ പതിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസ്മിയിൽ 19 അക്ഷരങ്ങൾ, 19 അക്ഷരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. ബിസ്മി എത്ര അക്ഷരം? ബാ, സീൻ, മീം. ബിസ്മി എത്ര അക്ഷരം? 3. ലില്ലാഹി 3 അല്ലേ? ബിസ്മില്ലാഹി എത്ര അക്ഷരം വന്നു? അല്ല, ലില്ലാഹി എന്നുള്ളത് ലാം ഹാ 3 റഹ്മാൻ എത്ര? ബിസ്മി 3. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഇന്ന് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാ? ഒന്ന് എണ്ണി നോക്കിയാ എത്ര അക്ഷരം കിട്ടും? ബോർഡ് ചെയ്ത് പഠിപ്പിക്കണ്ടല്ലോ. എത്ര അക്ഷരം കിട്ടും? 19 അക്ഷരം. 19 എന്ന് പറഞ്ഞാൽ നരകം കാക്കുന്ന മലക്കുകൾ 19 എന്ന് പരിശുദ്ധമായ ഖുർആൻ. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ബിസ്മിയെ വിശദീകരിച്ച് പറയുന്നുണ്ട് 19 നിങ്ങൾ പതിവാക്കിയാൽ 19 നിന്ന് രക്ഷപ്പെടാൻ കഴിയും. 19 പതിവാക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് 19 നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ആ 19 നരകം കാക്കുന്ന മലക്കുകളുടെ എണ്ണമാണ്. അതുകൊണ്ട് ബിസ്മിയെ പതിവാക്കുന്നവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശദീകരിച്ച് പറയാം. ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് തുടങ്ങാനുള്ള ഒരു നന്മ, ഇന്ന് മജ്‌ലിസിന്റെ ഓർമ്മ വന്നു, എന്തേ നമുക്ക് തുടങ്ങാവുന്ന ഒരു നന്മ, അത് ബിസ്മിയെ പതിവാക്കുക. എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രിയപ്പെട്ട സ്വഹാബിയുടെ കൂടെ നിബിധങ്ങൾ ഇങ്ങനെ കിടന്നു പോകുമ്പോ ആ നേരത്ത് ആ ഒട്ടകം നിബിധങ്ങളുടെ ഒട്ടകം വല്ലാതെ ചാടുകയാണ്. അതിൽ നിന്ന് നിബിധങ്ങളും സ്വഹാബിയും വീഴുമ്പോ ആ നേരത്ത് നിബിധങ്ങൾ നിൽക്കുമ്പോ ആ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ് തസ്യഅ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണപ്പം പറഞ്ഞു പിശാച് നശിക്കട്ടെ. കാരണം ഞാൻ വീഴാനുള്ള കാരണാരാ? പിശാചാണ്, അതുകൊണ്ട് അവൻ നശിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, പിശാച് നശിക്കട്ടെ നീ പറയുന്നത്. പിശാച് നശിക്കട്ടെ നീ പറയുന്നത് എന്തേ കാര്യമായി? فإنك إذا قلت ذلك تعالى حتى يكون مثل البيت. അങ്ങനെ നീ പിശാച് നശിക്കട്ടെ എന്ന് പറയുമ്പോ ഇന്നക്ക് ഓർമ്മ വന്നില്ലേ, ഞാൻ കാരണം പണി കിട്ടിയ ഒരു ബോധല്ലേ എന്ന അഹങ്കാരം പിശാചിനുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നീ എഴുന്നേൽക്കുന്ന സമയത്ത് പറയേണ്ടത് بقوة ولكن قل بسم الله. നീ നിലത്തുനിന്ന് വീണ് എഴുന്നേൽക്കുമ്പോൾ നീ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. എന്നാൽ ഫഇന്നക ഇദാ ഖുൽത ദാലിക തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാർ. അങ്ങനെ നീ വീണ്ടെടുത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീ പറഞ്ഞാൽ പിശാച് ചെറുതായി ഒരു ഈച്ചയുടെ വലിപ്പത്തിലേക്ക് പിശാച് ചെറുതായി നിന്യരായി പോയി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിശാച് നശിക്കട്ടെ, ഓം ഫിത്നക്കാരനാണ് എന്ന് പറഞ്ഞ് അവന്റെ മഹത്വം അങ്ങനെ പറയണ്ട. മറിച്ച് നിനക്ക് പറയാനുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് സമയത്തും ബിസ്മിയെ കൊണ്ടുവരണം. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏത് കാര്യം വെക്കണം? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇടത് കാല് വെക്കണം. എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങുമ്പോ അവന്റെ മുമ്പിൽ 2 പേര് വരും.
ഒന്നുകിൽ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു പിശാച്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇടതുകാല് വെച്ച് വലതുകാല് കൊണ്ട് ചെരുപ്പ് ധരിച്ച് പുറത്തിറങ്ങിയാൽ അവന്റെ മുമ്പിൽ കുടിപിടിച്ച് മലക്ക് നടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട മലക്കുകളുടെ സഹായം ആ യാത്രയിൽ ഉണ്ടാവും. കാവലും ബിസ്മിയെ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കണം. എപ്പോഴും ഒരു സാധനം നിലത്ത് കൊണ്ടു ബിസ്മി ചൊല്ലിയില്ലാതെ എടുക്കാൻ പാടില്ല. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഓർമ്മ വന്നതെങ്കിൽ പോലും കൈ പിടിച്ചു വെച്ച് മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലടാ എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വന്ന് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് വരുമ്പോ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ അങ്ങാടിയിൽ നിന്ന് അവന്റെ കൂടെ പുറപ്പെട്ട പിശാച് അവനെ നോക്കി നോക്കിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ ഇവിടുന്ന് മജ്‌ലിസിൽ കഴിഞ്ഞ് തിരിച്ചുപോയി അവസാനിപ്പിക്കാറായി. ഒരു 5 മിനിറ്റ് കൂടി 5 മിനിറ്റ് നമ്മൾ മജ്‌ലിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. തിരിച്ചിങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ പോയി വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ആ ബിസ്മി കേട്ടാൽ പിശാച് ഈ മനുഷ്യനെ വളരെ ദുഃഖത്തോടെ നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി ആളുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സലാം പറയും? ഒരാളെ കണ്ടാൽ എങ്ങനെ സലാം പറയും? അസ്സലാമു അലൈക്കും. ആളില്ലെങ്കിലോ? ആളില്ലെങ്കിൽ സലാം പറയണോ? എന്താ ആളില്ലെങ്കിൽ സലാം പറയണോ? ആളില്ലെങ്കിൽ സലാം പറയണോ? പറയണം. എങ്ങനെ പറയാം? السلام علينا وعلى عباد الله الصالحين. ആളില്ലാത്ത റൂമിലേക്കോ വീട്ടിലേക്കോ കടന്നു ചെല്ലുമ്പോൾ പോലും സലാം പറയേണ്ടത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ കേറിയതിനു ശേഷം നമ്മുടെ വസ്ത്രം അഴിച്ചിടുന്നതിന് മുമ്പ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നാൽ അവന്റെ എത്ര വല്ലാത്ത കടമാണെങ്കിലും അല്ലാഹു തീർത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. കടം പറഞ്ഞ ഒരാൾ വന്ന് പ്രയാസം പറഞ്ഞിട്ട് വിവിധങ്ങൾ പല സമയങ്ങളിൽ പല കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തതിൽ ഒരു കാര്യം എന്താ? വീട്ടിലേക്ക് കയറി ബിസ്മില്ലി കയറി സലാം പറഞ്ഞാൽ പിന്നെ വസ്ത്രം അഴിച്ചിടുന്നതിന് മുമ്പ് ഒരു തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന വചനം നീ ഓതിയാൽ ഒറ്റവട്ടം ഓതി പിന്നെ വസ്ത്രം മാറ്റിയിട്ടാൽ അല്ലാഹു നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കടം വീട്ടി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ എല്ലാവരും കൂടി ഇരിക്കരുത്. ഒരു വീട്ടിലേക്ക് അല്ലാഹു പ്രത്യേകം റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നേരിട്ട് ഒരു വീട്ടിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും. അതാരാ? ആ വീട്ടിലെ വാപ്പയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. എന്തേ? ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നേ പറ്റൂ. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മര്യാദ അതിൽ ആരെങ്കിലും ഒരാൾ ഉറക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങും. എന്ത് ചെയ്യാ? എങ്ങനെ പറയണം? ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നമ്മളെ കൂടെ അങ്ങാടിയിൽ നിന്ന് വന്ന പിശാച് പറയും ഇവന്റെ വീട്ടിലോട്ട് കേറ്റില്ല. എന്നാ ഞാൻ വലിഞ്ഞു കയറി വന്നു. തിന്നാനും തന്നില്ല. അതുകൊണ്ട് ഈ മോശപ്പെട്ടവന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പിശാച് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ രണ്ട് കാര്യം: വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലി, രണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി. വീട്ടിലേക്ക് കയറുമ്പോഴും അവരെ കൂട്ടിയില്ല, ഭക്ഷണം കഴിക്കുമ്പോഴും അവരെ കൂട്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുന്നേൽക്കുന്ന ആൾ പതുക്കെ അൽഹംദുലില്ലാഹ് പറയുക.
എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഞാൻ വളരെ സാവധാനം കഴിക്കുന്ന ഒരാളാണ്, റഹ്മാനിസ്ഥാൻ വേഗം കഴിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ റഹ്മാനിസ്ഥാനിൽ ഭക്ഷണം കഴിച്ച റഹ്മാനിസ്ഥാൻ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എനിക്ക് മോശല്ലേ, എന്റെ പാത്രത്തിൽ എന്തിരിക്കുക, ചോറിരിക്കാണ്. അപ്പൊ ആദ്യത്തെ ആൾ എണീറ്റ് പോകുമ്പോ എന്ത് പറഞ്ഞു? സിഗ്നൽ എന്നിട്ടാ പോയത്, അൽഹംദുലില്ലാ നിങ്ങൾ ചോറിടുന്നുണ്ടോ, അതാ സിഗ്നല്. പക്ഷെ ഒരാൾ സാവധാനം കഴിക്കുന്ന ഒരാളാണ്, ഒരാൾ വേഗത്തിൽ കഴിക്കുന്ന ഒരാളാണ്, ഒരാൾ കുറച്ച് കഴിക്കുന്ന ഒരാളാണ്, ഒരാൾ സഹീന്റെ ഭക്ഷണം ശിഫയുണ്ടല്ലോ എന്ന് കരുതി കുറച്ചധികം കഴിക്കുന്ന ഒരാളാണ്. എല്ലാവരുടെ ഭാഗം ഒരർത്ഥത്തിൽ ശരിയാവും. എന്നാൽ അവിടെ ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു തുടങ്ങുമ്പോൾ ഒരാൾ ഉറക്കെ ബിസ്മി ചൊല്ലിയാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ അൽഹംദുലില്ലാ പറയാ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയാസവും. അങ്ങനെ ബിസ്മിയെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ടുവരാം. നിബിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖലായിലേക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി ജന്നിബിന ശൈത്വാൻ അതില്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളുടെ ഗുഹ്യാവയവത്തിൽ പിശാച് സ്പർശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ പിശാചിനെ തൊട്ടുള്ള കാവലിനെ തേടണം. ഉമ്മമാരെ അടുക്കളയുമായി തീയുമായി ബന്ധപ്പെടുമ്പോ ബിസ്മിയെ മാത്രം ചൊല്ലിയാൽ പോരാ, അഊദുവിനെയും ചേർത്ത് പറയണം. എന്തുകൊണ്ട്? തീ പിശാചിന്റെ മെറ്റീരിയലാണ്. നമ്മൾ സ്ഥിരമായി വരുന്ന ആളുകളൊക്കെ അത് ശക്തിയില്ലേ ഇല്ലേ, നബി തുടങ്ങല്ലേ. അപ്പൊ അഊദുവാണ് അവിടെ കൂടുതൽ. അഊദു ചൊല്ലിയതിനു ശേഷം ബിസ്മി ചൊല്ലണം. എന്തുകൊണ്ട്? തീ പിശാചിന്റെ മെറ്റീരിയലാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീ അണക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് തീ അണക്കണം. എന്തേ? അത് പിശാചിന്റെ മെറ്റീരിയലാണ്. ഒരു വീട് മൊത്തം കത്തിക്കാൻ അത് മതിയാവും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുവിനോട് പിശാചിൽ നിന്നുള്ള കാവലിനെ ചോദിക്കണം. ഏത് സന്ദർഭങ്ങളിലും അഊദുവിനെയും ബിസ്മിയെയും ദായിമാക്കണം. പ്രത്യേകിച്ച് ബിസ്മിയെ ജീവിതത്തിൽ ദായിമാക്കണം. ചുരുങ്ങിയത് 786 ബിസ്മി ഒരു ദിവസം നമ്മളിൽ എന്തില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൊപ്പി അഴിച്ചു വെക്കുക. ഇതില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറങ്ങാൻ കിടക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്, ഇലല്ലാഹ് മിനല്ലാഹി മഅല്ലാഹി ഇലല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിലേക്ക് നടക്കുക. ഇതാണ് രണ്ടവസ്ഥയാണ്. ഒന്ന് മിനൽ ഹവാ മഅൽ ഹവാ ഇലൽ ഹവാ. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തിലേക്ക് നടക്കുക. അതിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും, ഇടപെടലുണ്ടാവും. എന്നാൽ ഇലല്ലാഹ് അല്ലാഹുവിൽ നടക്കുക, അല്ലാഹുവിന്റെ കൂടെ നടക്കുക, ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് നടക്കുക. എന്താ അല്ലാഹുവിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലാഹുവിന്റെ ചിന്ത ഉണ്ടാവുക. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കിടന്നാൽ അത് അല്ലാഹുവിന്റെ ചിന്തയിലാണ്, അത് അല്ലാഹ് എന്ന ചിന്തയിലായി കിടക്കലാണ്. അല്ലാഹുവിന്റെ കൂടെയാണ്. 1 ഏക്കർ ഭൂമിയിലെ ഒരു വലിയൊരു മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കി വിചാരിക്കാം. രാവിലെ നടന്നു തുടങ്ങി, ഉച്ചായ നേരത്തും നമ്മളത് കഴിഞ്ഞിട്ടില്ല. നമ്മളെന്താ പറയാ? ആരാ പ്രതിമയുടെ കൂടെ ഇരുന്നു എന്നല്ലേ പറയാ? മനസ്സിലായില്ലേ? ഇതന്നെയാണ് അള്ളാഹുവിന്റെ കൂടെ എപ്പോഴും അള്ളാഹ് എന്ന ചിന്തയിൽ ജീവിക്കാം. അതിന് ബിസ്മിയെ ജീവിതത്തിൽ മറന്നില്ല. കണ്ണാടുള്ള ആളുകൾ കണ്ണാട് അടിച്ചു വെക്കുമ്പോ ബിസ്മില്ല, വസ്ത്രം അഴിച്ചു വെക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്ത്രം ഇടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുക. ഒരുപാട് സിഗറിനെ പോലും ബിസ്മി കൊണ്ട് മാത്രം ബാത്തിലാക്കാൻ കഴിയും. എത്ര കൊടിയ സിഗറും ബിസ്മി കൊണ്ട് മാത്രം. എന്തേ? ബിസ്മി ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ 114 അധ്യായങ്ങളെങ്കിൽ അതിൽ 113 അധ്യായങ്ങളും ഫാത്തിഹയിലെ ഉള്ളടക്കത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഖുർആൻ മുഴുവൻ ഓതൽ നിർബന്ധമില്ല, ഫാത്തിഹ മാത്രം ഓതൽ നിർബന്ധമാണ്. എത്ര തവണ? 17 തവണ തന്നെ. നിസ്കാരത്തിൽ തന്നെ ഓതണം. ഫാത്തിഹയിലുള്ളത് മുഴുവൻ ബിസ്മിയിലുണ്ട്.
ബിസ്മിയിലുള്ളത് മുഴുവൻ ബാ എന്ന അക്ഷരത്തിലുണ്ട്. ഖുർആനിന്റെ സിർ ബിസ്മിയുടെ ബാ ആണ്. തുടക്കം ഞാൻ പറഞ്ഞില്ലേ, ബാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ബല അതെ എന്ന കരാറുമായാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക, അതിന് മുഹമ്മദ് നബിയുടെ മാർഗം പിന്തുടരുക. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അടുത്ത ഈ സെപ്റ്റംബർ 20-ാം തീയതി റബീഉൽ അവ്വൽ ഈ രീതിയിൽ പരിശുദ്ധമായ ഉംറക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കൂടെ പോരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബില്ലുന്ന മറ്റോ നമ്പർ വാങ്ങിയിട്ട് ബന്ധപ്പെടണം, ഓർമ്മപ്പെടുത്താനുള്ള കരുവന്നൂരിൽ. അതുപോലെ നമ്മുടെ ഈ കാട്ടൂരിൽ തന്നെ 2-3 ആളുകളൊക്കെ ഇൻഷാല്ലാ ആ കൂട്ടത്തിൽ നമ്മളെ കൂടെ വരുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് ഹബീബിനെ നമ്മുടെ മക്കൾക്ക് നന്നായി പറഞ്ഞു കൊടുക്കാം. മദ്രസയിൽ ഉസ്താദ് പാട്ട് എടുപ്പിക്കുന്ന സമയം വരെ കാത്തിരിക്കേണ്ട. ഇഷ്ടമുള്ള പാട്ട് വാപ്പമ്മ കൊടുക്കുക, നമ്മൾ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കുട്ടികൾ പാടട്ടെ. മുത്തനബിയുടെ പേരെന്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മുത്ത് ജനിച്ചുള്ള നാടേത്? കഅബയുള്ള മക്കത്ത. മുത്ത് വഫാതായ ഭൂമി മദീന. അതൊരു പാട്ടുണ്ട്, നിങ്ങൾ തപ്പിയ കിട്ടും. നല്ല മനോഹരമായ പാട്ടുകൾ. അതുകൊണ്ട് പഴയ പാട്ടുകളുടെ കൂടെ പുതുമ കൂടി ചേർത്ത് മനോഹരമായ പാട്ടുകൾ വാപ്പമാരും ഉമ്മമാരും വല്യപ്പമാരും വല്യപ്പമാരും കണ്ടെത്തി കുട്ടികൾക്ക് പഠിപ്പിച്ച് മദ്രസയിലേക്ക് വിടാം. ഉസ്താദുമാർക്ക് ആ സമയത്ത് പണി ഉണ്ടാക്കി കൊടുക്കണ്ട, അവരെ പ്രാക്ടീസ് ചെയ്യിക്കാൻ നടക്കുള്ളൂ. അതുകൊണ്ട് ഉപ്പമാരൊക്കെ മുത്തനബിയെ കുറിച്ച് മക്കൾക്ക് നന്നായി പറഞ്ഞു കൊടുക്കാം, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാം, ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കുട്ടികളുടെ ഖൽബിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് കൊണ്ട് വളരട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ ആകെ പറഞ്ഞതിന്റെ ചുരുക്കം, മനുഷ്യന്മാരെ നമുക്കൊക്കെ ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്ത് 2 സമ്മേളനങ്ങൾ. ഒന്ന് നബിമാരുടെ സമ്മേളനം, 2 എല്ലാ മനുഷ്യന്മാരുടെ സമ്മേളനം. ആ മനുഷ്യന്മാരുടെ സമ്മേളനത്തിൽ അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞങ്ങളുടെ റബ്ബല്ലേ? നമ്മളുടെ മറുപടി അതെ അതെ എന്ന് പറയാൻ ഉപയോഗിച്ച വാക്ക് ബലാ. ബല എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരം ബാ കൊണ്ട് തുടങ്ങപ്പെടുന്ന ഒരു ആയത്തിനെയാണ് ഈ ഉമ്മത്തിന്റെ രക്ഷക്കായി അല്ലാഹു നബിക്ക് ആദ്യമായി ഇറക്കിയത്. അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. അതുകൊണ്ട് ബിസ്മി ചൊല്ലുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരങ്ങൾ, 19 നരകം കാക്കുന്ന മലക്കുകളാണ്. ഖുർആനിലെ ബിസ്മിയെ വിശദീകരിച്ച് ഇമാം റാസി തങ്ങൾ പറയുന്നത്, ബിസ്മി നിങ്ങൾ ശീലമാക്കിയാൽ 19 ശീലമാക്കിയാൽ 19 നിന്ന് രക്ഷപ്പെടാം. 19 ബിസ്മിയാണ് രക്ഷപ്പെടാനുള്ളത്. നരകത്തിലെ മലക്കുകളിൽ നിന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബിസ്മിയതായിമാക്കുക. ചുരുങ്ങിയത് ഒരു ദിവസം 786 ബിസ്മി എങ്കിലും ദിക്ർ പോലെ ചൊല്ലുക. മീസാങ്കറ്റിന്റെ മേലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? 787. കത്തെഴുതുമ്പോ ആ കത്ത് എവിടെയെങ്കിലും നിലത്തൊക്കെ വീണ് മുഷിയോ അല്ലെങ്കിൽ അതിലെ ചെടി പുലരോ എന്തൊക്കെ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാതെ 786 എഴുതിയത്. ഒരു മനുഷ്യൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ ഒരു എഴുത്തോല, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കടലാസ്, ആ കടലാസിനെ പോലും ബഹുമാനിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ മാതാപിതാക്കൾ മുസ്ലിമീകളല്ലെങ്കിൽ പോലും അവർക്ക് അല്ലാഹു അവരുടെ ശിക്ഷയെ അല്ലാഹു ഉറച്ചു കൊടുക്കുമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. അങ്ങനെ വിലായത്ത് കിട്ടിയ ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ബിസ്മി ആദരിച്ച മനുഷ്യൻ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി കൂട്ടുകാരന്മാരെ കൂടെ കള്ളു കുടിച്ചിട്ട് തമ്മാടി കിടക്കുക. കുതിരപ്പുറത്ത് പോകുമ്പോ എന്തോ ഒരു കടലാസ് കിടക്കുക. ആ കടലാസ് എടുത്ത് നോക്കുമ്പോ കഴുകി വൃത്തിയാക്കി ഏറ്റവും സുഗന്ധം ഉപയോഗിച്ചതില് ഖുർആനല്ലോ ഒരു പേപ്പറാ സുഗന്ധം തേച്ചു ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് വെച്ചതിനെ ബഹുമാനിച്ചു. അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ വെളിയാളെന്ന് നീ എന്റെ ഈസയെ ബഹുമാനിച്ചത് കൊണ്ട് ഞാൻ നിന്നെയും ബഹുമാനിച്ചു എന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറഞ്ഞു വെക്കാൻ. ആ മനുഷ്യൻ ലോക സൂഫി ശബ്ദമാണ്
പറഞ്ഞിട്ട് മഹാനായി എന്റെ ബിസ്മിയെ ബഹുമാനിച്ചത്. നമ്മളെ കുട്ടികൾക്ക് ഇനി എത്ര പറഞ്ഞാലും തിരിയില്ല, അതവില്ല. എന്തേ കാരണം ഖുർആനിനെ നിസ്സാരപ്പെടുത്തിയതാണ്, ഖുർആനെ നിസ്സാരപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഖുർആൻ ബിസ്മി ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കാണ്. അതുകൊണ്ട് ബിസ്മിയെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിന്റെ രഹസ്യങ്ങളുടെ വാക്കുകളെ കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അൽ ഫാത്തിഹ.